വി ജയശങ്കർ കൂടി അവിടെ നിന്നുണ്ട്. അപകട സ്ഥലത്ത് തൊട്ടടുത്താണ് ഇപ്പോൾ ജയശങ്കർ ഉള്ളത്. ജയ്, ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം, മറുഭാഗത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം അവിടെ എത്തിയിട്ടുണ്ട്, കാര്യങ്ങളെ വിലയിരുത്തുകയാണ് അവിടെ. പക്ഷേ പ്രതിഷേധത്തിന് ഒരു കുറവുമില്ല. അവിടെ വിവിധ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. അവിടെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ നിന്നും ഈ ബിന്ദുവിനെ പുറത്തേക്ക് എടുക്കാനൊക്കെ ഒരുപാട് സമയം വൈകി, 2.5 മണിക്കൂർ വൈകി എന്നുള്ള വലിയ ആക്ഷേപം അതിപ്പോഴും ഇങ്ങനെ ഉയരുന്നുണ്ട്. അതിന് കാരണമായത് മന്ത്രിമാരുടെ ആദ്യഘട്ടത്തിലെ പ്രതികരണമാണെന്നൊക്കെയുള്ള ആക്ഷേപവും ആരോപണവുമൊക്കെ മറുഭാഗത്ത് പ്രതിപക്ഷം ഉയർത്തിയിട്ടുമുണ്ട്. നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ആ കെട്ടിടത്തിന്റെ പഴക്കം അത് ഏതൊക്കെ ഇടങ്ങളിലുണ്ട്, ഏതൊക്കെ മേഖലകളിലുണ്ട്, അവിടെ എത്രമാത്രം രോഗികളും കുട്ടിരിപ്പുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെയായി? പ്രജിൻ, ആദ്യഘട്ടം മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഈ അപകടം നടന്ന ഉടൻ തന്നെ 2 മന്ത്രിമാർ സ്ഥലത്തെത്തി മറ്റു കുഴപ്പങ്ങളില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണം നടത്തി. ആ കാര്യങ്ങൾ സുരക്ഷിതമാണെന്നും 2 പേർക്ക് പരിക്ക് പറ്റി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി. പിന്നീട് ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞുള്ള അന്വേഷണത്തിലാണ് മറ്റൊരാളെ കൂടി കണ്ടെത്തുന്നത്. ആൾ മരണപ്പെടുകയും ചെയ്തു. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാർക്കെതിരെയൊക്കെ തന്നെ വലിയ തോതിലുള്ള വിമർശനം വരുന്നുണ്ട്. ആ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലുണ്ടായിരുന്നു. അദ്ദേഹം അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നത്. ഈ സ്ഥലത്ത് അല്പസമയം മുമ്പ് ഈ അപകട സ്ഥലത്തേക്ക് ആളുകൾ സന്ദർശിക്കാതിരിക്കാൻ പോലീസ് ഇവിടെ മറച്ചു കെട്ടിയിരുന്നു. ആ മറയൊക്കെ തന്നെ നിലവിൽ മാറ്റുന്ന സാഹചര്യമാണുള്ളത്. മുഖ്യമന്ത്രിക്ക് ഈ അപകട സ്ഥലത്തേക്ക് സന്ദർശനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് എത്തിയ മറയൊക്കെ നിലവിൽ മാറ്റിയിരിക്കുന്നത്. ഈ അപകടം പറ്റിയ കെട്ടിടത്തെക്കുറിച്ച് പറയുമ്പോൾ 2016 തന്നെ അപകട ഭീഷണിയുള്ള കാലപ്പഴക്കമുള്ള കെട്ടിടം എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കിഫ്ബിയിൽ അടക്കം ഉൾപ്പെടുത്തി മാറ്റാനുള്ള നടപടിയുമായി കെട്ടിടം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉപയോഗിക്കാറില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. പിന്നീട് ആ വാർത്തകൾ തെറ്റാണെന്ന തരത്തിൽ വിവരങ്ങളൊന്നും, കാരണം ഇതിൻ്റെ ശുചിമുറി ഉൾപ്പെടെ രോഗികൾക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ നൽകിയിരുന്നു. അവിടെ ഈ അപകടം ഉണ്ടാകുന്നതിന് 10 മിനിറ്റ് മുമ്പ് വരെ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും പോയിരുന്നു ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെ കാര്യങ്ങൾ വളരെ ഗൗരവകരമാണ്. കാരണം 10,000-കണക്കിന് രോഗികൾ എത്തുന്ന മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം അത് അപകടാവസ്ഥയിലാണെന്ന് കൃത്യമായി റിപ്പോർട്ടുണ്ടായി, വിവരങ്ങളുണ്ടായി. പക്ഷേ എന്നിട്ട് പോലും ആ കെട്ടിടം പൊളിച്ചു നീക്കാനോ ആ കെട്ടിടത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതിന് തടയിടാനോ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. വിളിച്ചു വരുത്തിയ ദുരന്തം എന്നാണ് പ്രതിപക്ഷം ഇതിനെ പറഞ്ഞത്. തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ മേലൊരു ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്കും ഒപ്പം തന്നെ പത്തനംതിട്ടയിലെ വീട്ടിലേക്കും ഒക്കെ തന്നെ വലിയ തോതിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ഇതിനകം തന്നെ പ്രതിഷേധം നടന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. എന്തായാലും അപകട സ്ഥലത്തു നിന്നാണ് ജയ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. അവിടത്തേക്ക് മുഖ്യമന്ത്രി എത്തും എന്നൊരു സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവിടെ നേരത്തെ മറച്ചു കിട്ടിയ ഷീറ്റും ഒക്കെ അവിടെ നിന്ന് ഇപ്പോൾ പോലീസ് അവിടെ മാറ്റുകയുമാണ്. ഇപ്പോൾ ഇത് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ ദുരന്തം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തുന്നത്. ആരോഗ്യമന്ത്രിക്കെതിരെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കോട്ടയത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഒപ്പം തന്നെ സർക്കാരിനെതിരെയുമുള്ള പ്രതിഷേധം അത് ഉയർന്നു കേൾക്കുകയാണ്.